Hello viewers, namaste. Welcome back to my new video. In the 26th of February, ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്ക് പെർഫോമൻസ് ആണ്. LNTയുടെ ഇന്റേണൽ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ 2 എൻട്രീസ് ആണ് സോഫ്റ്റ് തന്നിരിക്കുന്നത്. രാവിലെ ഒരു കോൾ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു, അതിൽ നമുക്ക് കൺഫേം എൻട്രി ആയിരുന്നു, പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം 11 മണിക്ക് വരുന്ന ഒരു ട്രേഡാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. കൺഫേം ആയ എൻട്രീസ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്യുക. സിഗ്നൽ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുപോലെ അലർട്ട് നോട്ടിഫിക്കേഷൻ വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. കൺഫേം ആണോ നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കർ ഏതാണ് അതിൽ തന്നെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് എൻഡിയുടെ കൂടെ തന്നെ എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് എല്ലാം കാണിച്ചു തരും. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് രാവിലെ ഈ ബൈ വന്ന് കൺഫേം ആയി കയറിയ ശേഷം 11 മണിക്ക് വന്ന സെല്ലിൽ ഇപ്പം അത് ട്രേഡ് കണ്ടിന്യൂ ആണ്. അപ്പം നമ്മൾ ഈ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണെന്ന് നോക്കിയ ശേഷം മാത്രം എൻട്രി എടുക്കുക. ഗ്രീൻ കളറിൽ ആരോ നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ, ഈ ആരോ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കാനുള്ള താഴത്തെ ബാറില്ലേ നമ്മുടെ കൺഫർമേഷൻ ബാറാണ്, അത് ഗ്രീൻ ആയോ എന്ന് നോക്കുക. അതുപോലെ പ്രൈസ് ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സെല്ലിലായതുകൊണ്ടാണ് ഇവിടെ സെൽ സോൺ കാണിക്കുന്നത്. ബൈ വരുമ്പോൾ ബൈ സോൺ തന്നെ ആയിരിക്കണേ. അപ്പോൾ നമുക്ക് എൻട്രി പോയിന്റ് മേലിലും താഴത്തെ ടാർഗറ്റും വരും. ഇപ്പോൾ ഈ സെല്ല് നോക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ എൻട്രി പ്രൈസും അതിൻ്റെ ടൈമും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ മേലിൽ ഡിസ്പ്ലേ വരുന്നത്. താഴത്ത് നോക്കിയാൽ സെല്ലിൻ്റെ ടാർഗറ്റ് വരും അപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൺഫേം ആണെന്ന് നോക്കുക. സെല്ലിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരോ നമുക്ക് കിട്ടിയ ശേഷം പ്രൈസ് സെൽ സോൺ തന്നെ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. ഇൻ കേസ് അവിടെ റെഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു 3-4 ക്യാൻഡിൽ ശേഷം റെഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് ഇവിടെ ഓൾറെഡി സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, കാരണം സപ്പോർട്ട് എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ താഴത്തെ ബാർ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു, അത് കാരണമാണ് അധികം മാർക്കറ്റ് ഡൗണിലോട്ട് പോകാതെ കയറിയ ശേഷം പിന്നീട് അടുത്ത സപ്പോർട്ട് എടുത്ത ശേഷമാണ് മാർക്കറ്റ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ടാർഗറ്റ് സോഫ്റ്റ് വന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ആണ്. അപ്പോൾ 22 പോയിന്റ് ഡൗൺ ആണ്. ഇനി അടുത്തൊരു ബ്രേക്ക് ഔട്ട് വരുമ്പോഴത്തേക്ക് എഗെയിൻ മാർക്കറ്റ് ഡൗണിലോട്ട് പോകും. സിമ്പിളായിട്ടൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്കിതൊരു കൂടുതൽ അറിയാൻ ഒന്ന് ട്രൈ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.